ഹലോ, ഇത് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മീൻമുട്ടയാണ്. കാണാൻ അത്ര രസമില്ലെങ്കിലും കഴിച്ചാൽ നല്ല രസമുള്ളത് കൊണ്ട് ഉണ്ടാക്കാനുള്ള മടി അങ്ങ് മാറ്റാം. ചെറുപ്പത്തിൽ അമ്മ മീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീൻമുട്ട കിട്ടിയാൽ എല്ലാം കൂടെ വെച്ച് വറുത്ത് തരുമായിരുന്നേ. അപ്പോഴത്തെ ആ ടേസ്റ്റ് എന്താല്ലേ. പക്ഷെ ഇതേ സാധനം ഇപ്പം കഴിച്ചാൽ ആ പഴയ ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് പണ്ട് കുറച്ച് മാത്രം കിട്ടുന്ന സമയത്ത് ആ ആർത്തി ഉണ്ടല്ലോ, അത് നമുക്ക് കുറയില്ലല്ലോ. കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇപ്പം എല്ലാം ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നത് കൊണ്ടാവും ആ ആർത്തിയും പോയി, അതിൻ്റെ ഒപ്പം ആ പണ്ടത്തെ ടേസ്റ്റും പോയി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്ന് ആരോടെങ്കിലുമൊക്കെ പറയുന്ന കൂട്ടത്തിലാണോ? ഞാനും അങ്ങനെയാട്ടോ. ഞാനിപ്പോൾ നാളെ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് ആരോടെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഈ പറയുന്ന ആവേശം നാളെ വരുമ്പോൾ അത് ചെയ്യാനുണ്ടാവില്ല. കുറച്ച് ദിവസം മുന്നേ ഇത് റിലേറ്റഡ് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടു കേട്ടോ. ദ പവർ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി, ഒരു ചെറിയൊരു കഥയാണ്. അതിലൊരു പയ്യൻ ഇതുപോലെ അവനെ എന്തൊക്കെയോ അച്ചീവ് ചെയ്യണമെന്നുണ്ട്. അതിനായിട്ട് അവൻ ഓരോ ടാസ്ക് കണ്ടെത്തും. അത് നാളെ ചെയ്യണമെന്ന് അവൻ വിചാരിക്കുന്ന സമയത്ത് അവൻ ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവൻ നാളെ ഇത് ചെയ്യാൻ പോവുകയാണ് എന്ന് ആദ്യമേ അങ്ങ് പറയും. അത് പറഞ്ഞതോടുകൂടി അവന് ആ ചെയ്യാനുള്ള ആ ഒരു ആവേശമുണ്ടല്ലോ, അത് ആ പറച്ചിലിൽ അങ്ങ് നിൽക്കുക. പിന്നെ അവനത് നാളെ ചെയ്യാനേ തോന്നില്ല. അങ്ങനെ അല്ലേ നമ്മളിൽ ചിലരെങ്കിലും. ഇപ്പം ഞാനങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ നാളെ എന്തെങ്കിലും അതൊരു ചെറിയ കാര്യമായിക്കോട്ടെ, എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനോ ഞാൻ നാളെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഫ്രണ്ട്സിനോടോ ഫാമിലിയിലുള്ള ആരോടെങ്കിലോ എന്തായാലും ഞാനത് പറയും. അത് പറയുന്നതോടുകൂടി നാളെ എനിക്ക് ആ വർക്ക് ചെയ്യാനേ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അത് കിട്ടും എന്നാണ് ആ കഥയിൽ പറയുന്നത് കേട്ടോ. അതെനിക്ക് ഞാനങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ എന്തോ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്ന ആളുകളാണോ എങ്കിലതൊന്ന് ആ സ്റ്റോറി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ എന്താ വിചാരിക്കുക, നമ്മളത് ചെയ്യാൻ പറ്റാത്തത് ഇന്ന ആളോട് പറഞ്ഞിട്ടാണ്, അയാൾ കണ്ടിട്ടു നമ്മളെ, അതുകൊണ്ടാണ് നമുക്ക് ആ ചെയ്യാനുള്ള ആവേശം പോയത് എന്ന് വിചാരിക്കും. പക്ഷെ അത് ഈ ഒരു സെൻസിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് തോന്നുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് കമൻസിൽ പറയൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.